ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ കോമഡി ടൈപ്പ് മൂവിയാണ് ദ തേഴ്സ്ഡേ മർഡർ ക്ലബ്ബ്. ആയ കാലത്ത് ഉയർന്ന പൊസിഷനിൽ ഇരുന്നിരുന്ന ഒരു 4 പേർ അവരുടെ റിട്ടയർമെന്റ് ലൈഫിൽ തേഴ്സ്ഡേകളിൽ മാത്രം സോൾവ് ചെയ്യപ്പെടാത്ത കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന കഥയാണ് ഈ സിനിമയുടെ ഉള്ളടക്കം. ആദ്യ ഭാഗത്ത് കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്ന കഥയായതിനാലും ഇടയ്ക്കുള്ള കോമഡി രംഗങ്ങളൊക്കെ തന്നെ ആസ്വദിച്ച് കണ്ടു തീർക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ദ തേഴ്സ്ഡേ മർഡർ ക്ലബ്ബ്. 1973 നടന്ന ഒരു കൊലപാതക കേസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഈസ്റ്റ് ലണ്ടനിൽ 1973 മെയ് 11 പുലർച്ചെ ഏതാണ്ട് 12:48 പബ്ബിൽ നിന്നും തന്റെ ഗേൾഫ്രണ്ടായ ആഞ്ചലയെ കാണാൻ പോകുന്ന പീറ്റർ കാണുന്നത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നും കത്തികൊണ്ട് കുത്തേറ്റ് താഴേക്ക് വീഴുന്ന ഏഞ്ചലയെയും കൂടെ മാസ്ക് വെച്ച് ഓടിപ്പോകുന്ന ഒരാളെയുമാണ്. ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്ന 3 പേരെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവരാണ് നമ്മുടെ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ: എലിസബത്ത്, റോൺ, ഇബ്രാഹിം. പോലീസിനോട് മാസ്ക് വെച്ചയാളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഏഞ്ചലയുടെ കാമുകൻ പീറ്റർ മാത്രമാണ്. പീറ്റർ ആണെങ്കിലോ മുൻപ് ആർമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. റിപ്പോർട്ട് അനുസരിച്ച് സെക്കൻഡ് ഫ്ലോറിൽ നിന്നും വീണതല്ല, മറിച്ച് കത്തികൊണ്ടുള്ള കുത്താണ് ഏഞ്ചലയുടെ മരണത്തിന് കാരണം. ആർമിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നിട്ട് കൂടി ഏഞ്ചലയെ രക്ഷിക്കാൻ ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് പോലും പീറ്റർ കൊടുത്തിട്ടില്ല. സ്പോട്ടിൽ തന്നെ ഏഞ്ചല മരിച്ചെന്നും പറയുന്നുണ്ട്. പക്ഷെ അതിന് മാത്രം ബ്ലീഡിംഗ് ഒട്ടും ഉണ്ടായിട്ടില്ല താനും. ഈ കാരണങ്ങളാൽ ഇവർ 3 പേർക്കും പീറ്റർ തന്നെ ആയിരിക്കുമോ ഏഞ്ചലയെ കൊന്നത് എന്നുള്ളൊരു ഡൗട്ട് അടിച്ചു. പക്ഷെ ആ സമയത്ത് പീറ്റർ പറഞ്ഞിരുന്ന കഥയാണ് പോലീസുകാർ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ പീറ്ററിനെ അവര് വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ ഈ കേസിന് ശേഷം പീറ്ററിനെ പിന്നീട് കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. കേസ് സോൾവ് ചെയ്യാനായിട്ട് ഒരു മെഡിക്കൽ എക്സ്പേർട്ടിനെ ആവശ്യമുണ്ടെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ സിനിമയിലെ മറ്റൊരു കഥാപാത്രമായ ജോയ്സിനെ കാണിക്കുന്നത്. റിട്ടയർമെന്റ് വില്ലേജായ കൂപ്പർ ചേസിൽ ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരാളായി പുതുതായി ജോയിൻ ചെയ്ത ആളാണ് ജോയ്സ്. ജോയ്സിനെ കാണാൻ ബിസിനസ് വുമൺ ആയിട്ടുള്ള ഒരുപാട് തിരക്കുള്ള അത്യാവശ്യം റിച്ചായ മകള് ജുവാൻ എത്തുകയാണ്. അമ്മയായ ജോയ്സിനോട് ജുവാനയുടെ കൂടെ താമസിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പുതിയ കൂട്ടുകാരെ കണ്ടെത്തി ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ജോയ്സ് പറയുന്നത്. ജോയ്സ് ഒരു റിട്ടയേർഡ് നേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയ എലിസബത്തും കൂട്ടുകാരും അവരോട് ഏഞ്ചലയുടെ കേസിനെ കുറിച്ചും ഏഞ്ചലയുടെ മരണത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ 46 കിലോ ഉള്ള ഏഞ്ചല തീർച്ചയായും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ജോയ്സ് അവരോട് പറഞ്ഞു. ആ സമയം അവരാണ് ദ തേഴ്സ്ഡേ മർഡർ ക്ലബ് എന്ന് ജോയ്സ് മനസ്സിലാക്കുകയാണ്. ജോയ്സിന് വളരെയധികം സന്തോഷമായി. ജോയ്സ് അങ്ങനെ ഒരു ലൈഫായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പിന്നെ കാണിക്കുന്നത് ഇയാൻ ബെന്തമിനെയാണ്. ഈ കൂപ്പർ ചേസിന്റെ ഒരു ഓണറാണ് ഇയാൻ ബെന്തം. ഇയാനും വൈഫുമായിട്ട് എന്തോ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവോഴ്സിന്റെ ഭാഗമായിട്ട് വൈഫിന് ഇയാന്റെ കാറും വീടും ഒക്കെ വേണമെന്നുള്ള ആവശ്യം ലോയർ ഇയാനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇയാൻ ആകെ ദേഷ്യപ്പെടുകയും നേരെ ചെല്ലുന്നത് ബോഗ്ഡന്റെ അടുത്താണ്. ബോഗ്ഡൻ ഇയാന്റെ ഒരു പണിക്കാരനാണ്. സെമിത്തേരിയും പള്ളിയും ഇടിച്ചു നിരത്താനും കൂപ്പർ ചേസ് ഇല്ലാതാക്കി അവിടെ ലക്ഷറി ഫ്ലാറ്റുകൾ പണിയുക എന്നതൊക്കെയാണ് ഇയാന്റെ പ്ലാൻ. കൂപ്പർ ചേസിന്റെ മറ്റൊരു ഓണറാണ് ടോണി കറൻ. ഈ ടോണി കറന്റെ ആന്റി കൂപ്പർ ചേസിൽ ഉള്ളതുകൊണ്ട് അത് വിൽക്കാനായിട്ട് ടോണി എന്തായാലും സമ്മതിക്കില്ല എന്ന് ഇയാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൻ ബോഗ്ഡനെ അയാളുടെ വരുതിയിലാക്കി. പോളണ്ടുകാരനായ ബോഗ്ഡന് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. സുഖമില്ലാത്ത അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയും പോളണ്ടിലേക്ക് തിരിച്ചു പോകാനൊക്കെ വേണ്ടി കാശൊപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇയാൻ ബോഗ്ഡനെ സെമിത്തേരി പൊളിക്കാനായിട്ട് ഏർപ്പാടാക്കി. കൂപ്പർ ചേസിൽ വെച്ച് ആന്റിയെ കാണാൻ വന്ന ടോണി കറനെ എലിസബത്തും കൂട്ടുകാരും ജോയ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കൂപ്പർ ചേസ് പൊളിച്ച് ലക്ഷറി ഫ്ലാറ്റ് പണിയാൻ ആഗ്രഹിക്കുന്ന ഇയാനെ എതിരെ നിൽക്കുന്നത് ടോണി ആയതിനാൽ അയാളുമായി ഒരു നല്ല ബന്ധത്തിലാണ് നമ്മുടെ എലിസബത്തും ടീമും. അതിനുശേഷം ഏഞ്ചല കേസിനെ കുറിച്ച് ജോയ്സിനോട് എലിസബത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. മാസ്ക് വെച്ച ആളാണ് ഏഞ്ചലയെ കൊന്നതെന്നുള്ള പീറ്ററിന്റെ മൊഴി പോലീസുകാർ വിശ്വസിച്ചതും പീറ്ററിനെ വിട്ടയച്ചതും, എന്നാൽ പീറ്ററിനെ ഡൗട്ട് തോന്നിയ ആകെയുള്ള ഒരു പോലീസുകാരിയായ പെന്നി ഗ്രേ അയാളെ റീക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അപേക്ഷ കൊടുത്തെങ്കിലും അതൊക്കെ തള്ളിപ്പോയതായിട്ടും പീറ്ററിനെ പിന്നീട് കാണാതായ കാര്യങ്ങളൊക്കെ അവര് ജോയ്സിനോട് പറഞ്ഞു. ഇത്രയും സീക്രട്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് ജോയ്സ് ചോദിക്കുമ്പോൾ പീറ്ററിനെ റീക്വസ്റ്റ്യൻ ചെയ്യാൻ ആഗ്രഹിച്ച ആ പോലീസുകാരിയായ പെന്നി ഗ്രേ എലിസബത്തിന്റെ ഫ്രണ്ടാണെന്നും ഇപ്പോൾ പെന്നി അസുഖത്തിന്റെ മോശം അവസ്ഥയിലാണെന്നും പറയുന്നുണ്ട്.
പെന്നിയും എലിസബത്തുമായിരുന്നു ഈ തേഴ്സ്ഡേ മർഡർ ക്ലബിന്റെ ആദ്യത്തെ അംഗങ്ങൾ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കേൾക്കാനും സംസാരിക്കാനും ഒന്നും കഴിയാതെ രോഗിയായി കിടക്കുന്ന പെന്നിയെയും പെന്നിയെ എന്തിനേക്കാളുമേറെ സ്നേഹിക്കുന്ന പെന്നിയുടെ ഹസ്ബൻഡ് ജോണിനെയാണ്. അവരോട് തേഴ്സ്ഡേ ക്ലബിലേക്ക് വന്ന ജോയ്സിനെ കുറിച്ച് എലിസബത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ നിന്നും എലിസബത്ത് പോകുന്നത് കൂപ്പർ ചേസിലെ എലിസബത്തിന്റെ ഫ്ലാറ്റിലേക്കാണ്. അവിടെ മറവിരോഗം ബാധിച്ച എലിസബത്തിന്റെ ഹസ്ബൻഡ് സ്റ്റീഫൻ ഉണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന സ്റ്റീഫൻ താൻ പറയുന്നത് ഓർത്തെടുക്കാനായിട്ട് ഒരു റെക്കോർഡർ എപ്പോഴും കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കും. സ്റ്റീഫന്റെ ഈ അവസ്ഥയോർത്ത് സങ്കടത്തോടെ സ്റ്റീഫന് കഴിക്കാനുള്ള ടാബ്ലറ്റ് ചായയിൽ കലക്കി കൊടുക്കുന്ന എലിസബത്തിനെ ഇപ്പോൾ കാണാം. പിന്നീട് സെക്യൂരിറ്റി സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു പോലീസുകാരി കൂപ്പർ ചേസിൽ എത്തുകയാണ്. പേര് ഡോണ. കൂട്ടത്തിൽ ഒരു പോലീസുകാരി കൂടി ഉണ്ടായ നല്ലതല്ലേ എന്ന് ഓർക്കുന്ന തേഴ്സ്ഡേ ക്ലബ് ടീം ഡോണയുമായി ഒരു ചങ്ങാത്തം ഉണ്ടാക്കുന്നു. ഒരു പോലീസ് ആണെങ്കിലും ഇതുവരെ ഒരു കേസും അന്വേഷിക്കാൻ കഴിയാത്ത, ട്രാഫിക്കിലൊക്കെ വർക്ക് ചെയ്ത് ബോറടിച്ച് നിരാശയോടെ കഴിയുന്ന ഒരു പോലീസുകാരിയാണ് ഡോണ. അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെടുകയാണ്. ഇബ്രാഹിം ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ഡോണ ആകട്ടെ ഒരു ട്രേഡ് യൂണിയനിസ്റ്റും. ജോയ്സ് ആണെങ്കിൽ ഒരു റിട്ടയർഡ് നഴ്സുമാണ്. എലിസബത്ത് മാത്രം അവരാരാണെന്ന് തുറന്നു പറയുന്നില്ല. ഡോണ തിരിച്ചു പോകുമ്പോൾ അവിടെ റോണിന്റെ മകൻ ജെയ്സനെ കാണുന്നുണ്ട്. പുള്ളിക്കാരൻ ഒരു ബോക്സിംഗ് ചാമ്പ്യനാണ്. ഒരു ഇഞ്ചുറിക്ക് ശേഷം TV ഷോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ സമയം കൂപ്പർ ചേസിനെ കുറിച്ചും ബാക്കി എന്തൊക്കെയോ പണത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ച് അടിയുണ്ടാക്കുന്ന ടോണിയെയും ഇയാനെയും കാണിക്കുന്നുണ്ട്. കൂപ്പർ ചേസ് പൊളിക്കാനുള്ള ഇയാന്റെ ഈ പ്ലാനിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടി കൂപ്പർ ചേസിൽ ഒരു റെസിഡൻസ് മീറ്റിംഗ് അവർ വിളിച്ചുകൂട്ടി. കൂപ്പർ ചേസിലുള്ള എല്ലാവരും ഇയാനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ജോണും ഇബ്രാഹിം എലിസബത്തും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂപ്പർ ചേസ് പൊളിക്കുന്നതിനെതിരായിരുന്നു. ഇയാനോട് വഴക്കിട്ട ശേഷം തിരികെ വീട്ടിലെത്തിയ ടോണി ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ അവിടെ ആകെ വലിച്ചു വാരിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ആരോ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു വരുന്നത് കാണുന്ന ടോണി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് കേൾക്കുന്നത് ടോണിയുടെ മരണവാർത്തയാണ്. അന്വേഷിക്കാൻ പുതിയൊരു മർഡർ കേസ് കിട്ടിയ സന്തോഷമായിരുന്നു ഇത് പറയുമ്പോൾ ജോയ്സിന്. അങ്ങനെ അവർ 4 പേരും ടോണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. കേസിനെ കുറിച്ച് അറിയാൻ പോലീസിലുള്ള ആരെങ്കിലും കൂടെ കിട്ടിയാൽ എളുപ്പമാകുമെന്ന് മനസ്സിലാക്കി അവര് ഡോണയെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി എലിസബത്തും ജോയ്സും ഒരു പ്ലാൻ ഉണ്ടാക്കി. എലിസബത്തിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചെന്നും താനൊരു കന്യാസ്ത്രീ ആയതുകൊണ്ട് ലേഡി പോലീസിനോട് മാത്രമേ സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് തകർത്തുകൊണ്ട് അവരൊരു വിധം ഡോണയുടെ അടുത്തെത്തി. ടോണിയുടെ കേസ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഡോണയെ ഉൾപ്പെടുത്തിയാൽ തേഴ്സ്ഡേ മർഡർ ക്ലബ് ടീമിനെ ഹെൽപ്പ് ചെയ്യുമോ എന്നതായിരുന്നു എലിസബത്തിന്റെ ചോദ്യം. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമായതിനാൽ എന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ചേർക്കാൻ നിങ്ങൾ എന്റെ MI5ന്റെ ഹെഡ് ആണോ എന്നൊക്കെ ഡോണ എലിസബത്തിനോട് ചോദിക്കുന്നുണ്ട്. ഈ MI5 എന്ന് പറയുന്ന ഒരു വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. എന്നാൽ 1 മണിക്കൂറിൽ അത് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്തും ജോയ്സും അവിടെ നിന്ന് ഇറങ്ങി. മാത്രമല്ല എലിസബത്തിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവരുടെ നമ്പറും ഡോണയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം റോണും ഇബ്രാഹിമും കൂടി മറ്റൊരു അഭിനയം കാഴ്ചവെക്കുകയായിരുന്നു. ടോണിയുടെ മർഡറിനെ കുറിച്ചൊരു ഇമ്പോർട്ടന്റ് കാര്യം ഡോണിനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടറെ അവിടെ വിളിച്ചു വരുത്തി. അയാളോട് കൂപ്പർ ചേസിൽ വന്ന ലേഡി പോലീസിനോട് മാത്രമേ സംസാരിക്കൂ എന്ന് റോൺ പറഞ്ഞു. അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാതെ ഇൻസ്പെക്ടർ ഡോണയെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എടുത്തു. അതും വെറും 20 മിനിറ്റിൽ. ഇയാന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കിയ എലിസബത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ജോയ്സിന്റെ മകളുടെ ഹെൽപ്പ് ചോദിച്ചു. വലിയ തിരക്കുണ്ടായിരുന്നിട്ട് കൂടി ജുവാന തന്റെ അമ്മയുടെ ആവശ്യപ്രകാരം അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇൻസ്പെക്ടർ ഡോണയും കൂട്ടി റോണിനെ കാണാൻ പുറപ്പെട്ടു. ടോണി മർഡർ കേസിനെ കുറിച്ച് കാറിലിരുന്ന് ഡോണയും ഇൻസ്പെക്ടറും സംസാരിക്കുകയാണ്. ടോണിയുടെ വീട്ടിൽ വലിച്ചു വാരിയിട്ടിരുന്ന പേപ്പറുകൾക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോയിൽ ടോണിയുടെ കൂടെ നിൽക്കുന്ന ആളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാക്കിയുള്ള പോലീസുകാർ. എന്നാൽ ആ ഫോട്ടോയിലെ ആളെ കണ്ട ഉടനെ തന്നെ അത് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു നടക്കുന്ന ക്രൈം കിങ് ആയിട്ടുള്ള ബോബി ടാനർ ആണെന്ന് ഡോണയ്ക്ക് മനസ്സിലായി. മാത്രമല്ല ആ ഫോട്ടോയിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ടെന്നും മിററിൽ മൂന്നാമിന്റെ ടാറ്റു അടിച്ച കൈ കാണുന്നുണ്ടെന്നും ഡോണ പറഞ്ഞു. ഇതേ സമയം ജോയ്സിന്റെ മകൾ ജുവാന ഇയാന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് ഒരു PDF അവർക്ക് അയച്ചു കൊടുത്തു. അതില് ടോണിക്ക് എന്തെങ്കിലും സംഭവിച്ച ടോണിയുടെ ഷെയർ ഇയാന്റെ പേരിലായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇൻസ്പെക്ടറിൽ നിന്നും ടോണിയുടെ കേസിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ എന്ന് കരുതി ബാക്കി 4 പേരും അയാളോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ടോണിയുടെ ടൈം ഓഫ് ഡെത്ത് പറഞ്ഞു കൊടുക്കാതിരുന്നതിനാൽ ഇൻസ്പെക്ടറോട് എലിസബത്ത് കൂപ്പർ ചേസിന് 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്നും
അത് ഇയാനും ടോണിയും മറ്റൊരു അജ്ഞാതനുമാണെന്നും ഇയാന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തങ്ങളുടെ പക്കലുണ്ടെന്നും അത് തരാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ടൈം ഓഫ് ഡെത്ത് അവർ മനസ്സിലാക്കി. ടോണിന്റെ മകൻ ജെയ്സന് ടോണിയെ കുറിച്ച് അറിയാമെന്ന് മനസ്സിലാക്കിയ പോലീസ് ജെയ്സനെ കാണാനായിട്ട് പോയി. ഇൻസ്പെക്ടറും ജെയ്സണും തമ്മിൽ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ജെയ്സന്റെ കയ്യിലുള്ള ടാറ്റു ഡോണയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൂപ്പർ ചേസിൽ വെച്ച് ടോണിയുടെ ആന്റിയെ കണ്ട എലിസബത്ത് അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നറിയാനായിട്ട് അവരോട് സംസാരിക്കാനായിട്ട് പോയി. അവിടെ ടോണിയുടെ വളരെ അടുത്തൊരു ഫ്രണ്ട് കൊടുത്ത ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഇരിക്കുന്നതായിട്ട് എലിസബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ BT എന്ന് എഴുതിയിരിക്കുന്ന ഒരു നോട്ടും ഉണ്ടായിരുന്നു. പോലീസിനെ കണ്ട ജെയ്സൺ ആകെ ടെൻഷൻ അടിച്ച് കൂപ്പർ ചേസിൽ നിന്നും ഇറങ്ങിപ്പോയി. ഫോട്ടോയിലുള്ള മൂന്നാമൻ ജെയ്സൺ ആണെന്ന് ഇൻസ്പെക്ടറോട് ഡോണ പറഞ്ഞു. കൂപ്പർ ചേസിൽ നടന്ന റെസിഡൻസ് മീറ്റിംഗിൽ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഇയാന് ടോണിയുടെ മർഡർ നടന്ന സ്ഥലത്ത് ആ സമയത്ത് എത്താൻ സാധിക്കുമോ എന്നറിയാൻ അവർ 4 പേരും കാറിൽ യാത്ര ചെയ്തു. ഇൻസ്പെക്ടറും ഡോണയും കൂടി ഇയാനെ ചോദ്യം ചെയ്യാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. ഇയാനോട് ബോബി ടാനറിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അവസാനം കൂപ്പർ ചേസിന്റെ മൂന്നാമത്തെ ഓണർ ബോബി ടാനർ ആണെന്ന് ഇയാനെ വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ടോണിയെ കൊന്നത് ജെയ്സൺ ആണോന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഇയാൻ വളരെയധികം ദേഷ്യപ്പെട്ടു. പണത്തിന് വേണ്ടി ടോണിയെ കൊന്നത് താനല്ല എന്നും ഇയാൻ പറയുന്നു. ഇയാൻ എന്തായാലും മരണസ്ഥലത്ത് എത്താനാകില്ലെന്ന് മനസ്സിലാക്കിയ തേഴ്സ്ഡേ ക്ലബ്ബ് ആ ന്യൂസ് ഡോണയോട് പറഞ്ഞു. ഡോണ അത് ഇൻസ്പെക്ടറോടും പറയുന്നു. എന്നാൽ അത് തേഴ്സ്ഡേ ക്ലബ്ബ് പറഞ്ഞതാണെന്ന് മനസ്സിലായ ഇൻസ്പെക്ടർ 4 പെൻഷനേഴ്സ് ആണോ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതേ കാര്യം പോലീസുകാരെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ആ ദിവസം രാത്രിയാണ് ഫോട്ടോയിൽ കണ്ട മൂന്നാമൻ ജെയ്സൺ ആണെന്ന് എലിസബത്തിനോട് ഡോണ പറയുന്നത്. രാത്രിയിൽ ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ എലിസബത്ത് ഓടി ഒളിക്കുന്നുണ്ടെങ്കിലും ഇരുട്ടിൽ നിന്നും ഒരാൾ വന്ന് എലിസബത്തിനെ ഭീഷണിപ്പെടുത്തി. അതാരാണെന്ന് എലിസബത്തിന് മനസ്സിലായില്ല. എലിസബത്ത് അവിടെ നിന്ന് നേരെ പോയത് പെന്നിയുടെ അടുത്തായിരുന്നു. ജോണിനോട് തന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തിയ കാര്യം എലിസബത്ത് പറഞ്ഞു. ടോണിയെ കൊല്ലാൻ ഇയാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചതായിരിക്കുമോ എന്ന് ജോണിനും എലിസബത്തിനും തോന്നി തുടങ്ങി. അടുത്ത ദിവസം ഇയാനെതിരെ കൂപ്പർ ചേസിൽ ഒരു പ്രതിഷേധം നടന്നു. കൂപ്പർ ചേസ് പൊളിക്കാൻ ബഗ്ഡനുമായി എത്തിയ ഇയാൻ ബഗ്ഡനെ ആരും കാണാതെ സെമിത്തേരിയിൽ കയറി കുഴിച്ചു തുടങ്ങിക്കോളാനായിട്ട് പറഞ്ഞു വിട്ടു. ഇത് കണ്ട എലിസബത്ത് മറ്റാരും കാണാതെ ബോഗ്ഡൻ അടുത്ത് ചെന്നു. ബോഗ്ഡന്റെ കയ്യിലെ ടാറ്റുവിൽ മറീന എന്ന് എഴുതിയത് കണ്ട എലിസബത്ത് മറീന എന്നാണ് തന്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്ത് അടുത്ത ആക്ടിങ് തുടങ്ങി. അമ്മയുടെ പേരായതുകൊണ്ട് ബോഗ്ഡൻ എലിസബത്തിനോട് കൂളായി സംസാരിക്കാനും തുടങ്ങി. പോളണ്ടിൽ നിന്നും വന്നതാണെന്നും ഇവിടെ പണി ചെയ്താൽ കുറെ കാശ് കിട്ടുമെന്നും അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ ബോഗ്ഡൻ എലിസബത്തിനോട് പറയുന്നുണ്ട്. ഇയാൻ പറഞ്ഞിട്ട് ടോണിയെ കൊല്ലാൻ വന്ന ആളല്ലേ നിങ്ങൾ എന്ന് എലിസബത്ത് ചോദിച്ചപ്പോൾ താൻ ഒരിക്കലും ആരെയും കൊല്ലില്ല എന്ന് ബോഗ്ഡൻ പറഞ്ഞു. ഇതേ സമയം പ്രതിഷേധത്തിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്കിടയിൽ ഇയാൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു. എല്ലാവരും ഷോക്കായി. ഡോണയിൽ നിന്നും ഓവർഡോസിൽ ഫെന്റനൈൽ ശരീരത്തിൽ ചെന്നതാണ് ഇയാന്റെ മരണകാരണമെന്ന് എലിസബത്തും ടീമും മനസ്സിലാക്കി. ഈ ഫെന്റനൈൽ എന്ന് പറയുന്നത് ഒരു അനസ്തേഷ്യ ഡ്രഗാണ്. ഓവർഡോസിൽ അത് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആള് വരെ തട്ടിപ്പോവാം. ആ സമയത്ത് ഇയാന്റെ കൂടെ ഉണ്ടായിരുന്ന കൂപ്പർ ചേസിലുള്ള ആര് വേണമെങ്കിലും ആകാം ഇയാൻ ബെന്തമിനെ കൊന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഫോട്ടോയിൽ ടോണിയുടെ കൂടെ ബോബി ടാനറിനെ കണ്ട വിവരം എലിസബത്ത് ബാക്കിയുള്ളവരോട് പറഞ്ഞു. എന്നാൽ ജെയ്സനെ കണ്ട വിവരം എലിസബത്ത് അവരോട് പറഞ്ഞില്ല. ഇപ്പോൾ കൂപ്പർ ചേസിന്റെ ആകെയുള്ള ഓണർ ബോബി ടാനർ ആണെന്നും അയാളെ കണ്ടെത്തിയാൽ കൂപ്പർ ചേസ് പൊളിക്കുന്നത് ഒഴിവാക്കാമെന്നും അവരെല്ലാരും കൂടി മനസ്സിലാക്കി. റൂമിലെത്തിയ എലിസബത്ത് ഹസ്ബൻഡ് സ്റ്റീഫനോടൊപ്പം ചെസ് കളിക്കുന്ന ബോഗ്ഡനെ കണ്ടു ഞെട്ടി. എന്നാൽ ബോഗ്ഡൻ എലിസബത്താണ് മറീന എന്ന പേരിൽ വന്നത് എന്ന് മനസ്സിലാക്കി എലിസബത്തിനോട് മറ്റൊരു കാര്യം പറയാനാണ് വന്നത്. ഇരുട്ടായതിനു ശേഷം സെമിത്തേരിയിലേക്ക് ഒറ്റയ്ക്ക് വരാനായിട്ട് എലിസബത്തിനോട് ബോഗ്ഡൻ ആവശ്യപ്പെട്ടു. ജെയ്സൺ ആണോ ടോണിയെ കൊന്നത് എന്ന ഡൗട്ട് അടിച്ച പോലീസ് ജെയ്സനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എത്തി. ടോണിയുടെ മരണത്തിന് മുമ്പ് ഇയാനുമായി ജെയ്സൺ 3 തവണ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തിനാണെന്നോ എന്തിനെ കുറിച്ചായിരുന്നു എന്നൊന്നും ജെയ്സൺ പോലീസിനോട് പറയാൻ സമ്മതിച്ചില്ല. പോലീസ് ജെയ്സനെ കസ്റ്റഡിയിലെടുത്തു. ജെയ്സൺ ആ വിവരം ടോണിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ബഗ്ഡൻ പറഞ്ഞതനുസരിച്ച് എലിസബത്ത് രാത്രിയിൽ സെമിത്തേരിയിലേക്ക് ചെന്നു. എലിസബത്തിന്റെ ഹസ്ബൻഡിന് സുഖമില്ലാത്തതും സ്റ്റീഫൻ ഉറങ്ങാനായി ചായയിൽ മരുന്ന് കലർത്തി കൊടുക്കുന്നതൊക്കെ ബോഗ്ഡനോട് എലിസബത്ത് പറയുന്നുണ്ട്. തന്റെ അവസ്ഥയെക്കുറിച്ച് ബോഗ്ഡനും എലിസബത്തിനോട് പറഞ്ഞു. അമ്മയെ കാണാൻ പോകാൻ പറ്റാത്തതിൽ ബോഗ്ഡന് ഒരുപാട് വിഷമമുണ്ട്.
കാണാൻ പോകാൻ പറ്റാത്തത് ജോലിക്ക് വേണ്ടി വന്നപ്പോൾ അവരുടെ പാസ്പോർട്ട് ആരൊക്കെയോ വാങ്ങി വെച്ചെന്നോ. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ബോഗ്ഡൻ പറയാൻ തയ്യാറായില്ല. പകരം സെമിത്തേരി കുഴിച്ചപ്പോൾ കാണാനിടയായ ഒരു അസ്ഥികൂടം കാണിച്ചു കൊടുക്കുന്നു. അത് കുഴിച്ചിട്ടിരിക്കുന്നത് മറ്റൊരാളുടെ കുഴിമാടത്തിലായിരുന്നു. ഒരു ശരീരത്തിന് മുകളിൽ മറ്റൊരു ശരീരം എന്ന പോലെ. ഒരു പക്ഷേ ഒരു ബോഡി ഒളിപ്പിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ചെയ്തതായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് അവർക്ക് വന്നു. വീണ്ടും പുതിയൊരു കൊലപാതക കേസ് കൂടി. പോലീസ് ആ ബോഡി കണ്ടെടുത്തു. ഇൻസ്പെക്ടർ എലിസബത്തിന് എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ബോഗ്ഡനെ പറ്റി എലിസബത്ത് ഒന്നും പറഞ്ഞില്ല. പകരം ഒരു കള്ളക്കഥ പറഞ്ഞു. പോലീസിന്റെ പണി പോലീസ് എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോയി. ആ ബോൺ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ എലിസബത്ത് ഡോണയോട് ആവശ്യപ്പെട്ടു. ആ രാത്രി റൂമിൽ വീണ്ടും ആരെയോ കണ്ട എലിസബത്ത് ഭയന്നുപോയി. ടോണി മരിച്ചപ്പോൾ ടോണിയുടെ അടുത്ത ഫ്രണ്ട് കൊണ്ടുവന്ന് വെച്ച ആ പൂക്കൾ പോലെ എലിസബത്തിന്റെ വീട്ടിലും കുറച്ച് പൂക്കളും അതിന്റെ കൂടെ ഒരു ഭീഷണി നോട്ടും ഉണ്ടായിരുന്നു. ശേഷം ഡോണയിൽ നിന്നും സെമിത്തിരിയിൽ നിന്നും കിട്ടിയ ബോണ് 1973 ഏഞ്ചല കേസിൽ കാണാതായ പീറ്ററിൻ്റെതാണെന്ന് എലിസബത്ത് മനസ്സിലാക്കി. എലിസബത്തും ഡോണയും നേരെ പിന്നിയെയും ജോണിനെയും പോയി കണ്ടു. പീറ്ററിന്റെ ബോഡി കിട്ടിയത് അവരോട് പറയുകയും ചെയ്തു. അതേസമയം ജെയ്സനെ പുറത്തിറക്കാൻ റോണും ഇബ്രാഹിമും ജോയ്സും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇയാന്റെ വൈഫുമായി ജെയ്സന് അഫയർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജെയ്സൺ ആ സമയത്ത് ഇയാനുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തെ കുറിച്ചൊന്നും പറയാതിരുന്നത് എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ജെയ്സൺ ഇയാനുമായി അത്ര നല്ല രസത്തിലായിരുന്നില്ല. ടോണിയുടെ മരണസമയത്ത് ജെയ്സൺ ഇയാന്റെ വൈഫിന്റെ കൂടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ പോലീസുകാര് ജെയ്സനെ വെറുതെ വിട്ടു. അങ്ങനെ അവസാനം ബോബി ടാനറിനെ കണ്ടെത്താനായിട്ട് ഡോണയും എലിസബത്തും ഇറങ്ങി പുറപ്പെടുകയാണ്. ഒരു അടിപൊളി കാറിലായിരുന്നു എലിസബത്തിന്റെ യാത്ര. MI6 നിന്നും റിട്ടയർമെന്റ് ഗിഫ്റ്റ് കിട്ടിയതാണ് ആ കാർ എന്ന് എലിസബത്ത് ഡോണയോട് പറഞ്ഞു. ആ സമയം ഡോണ വളരെ അമ്പരന്ന് പോയി. ഫ്ലവേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്ന കാർഡ് വെച്ച് ആ സ്ഥലം കണ്ടുപിടിക്കുക എന്നതായിരുന്നു എലിസബത്തിന്റെ ലക്ഷ്യം. എലിസബത്ത് ബോബി ടാനറിനെ കാണുന്ന നേരത്ത് ബോഗ്ഡൻ സ്റ്റീഫന്റെ കൂടെ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടോണിയെ കൊന്നത് ആരാണെന്ന് തനിക്കറിയാമെന്ന് സ്റ്റീഫൻ ബോഗ്ഡനോട് പറഞ്ഞു. അങ്ങനെ അവസാനം എലിസബത്തും ഡോണയും ബോബി ടാനറിനെ നേരിൽ കണ്ടു. എന്നാൽ ടോണിയുടെ മരണസമയത്ത് ബോബി മറ്റൊരു വർക്കിലായിരുന്നു എന്ന് അറിയാനായിട്ട് അവർക്ക് സാധിച്ചു. കൂപ്പർ ചേസ് എത്രയും പെട്ടെന്ന് വിൽക്കുക എന്നത് മാത്രമാണ് തന്റെ ഉദ്ദേശമെന്ന് ബോബി ടാനറെ എലിസബത്തിനോട് പറഞ്ഞു. ബോബിയുടെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കാനിരുന്ന എലിസബത്ത് പെട്ടെന്ന് രാത്രി തന്നെ ഫോളോ ചെയ്തിരുന്ന ആളെ അവിടെ കാണുകയാണ്. ആംസ്റ്റർഡാമിൽ നിന്നും 3 പണിക്കാരെ കൂടി കിട്ടിയിട്ടുണ്ടെന്നും അവരുടെ പാസ്പോർട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ട് വന്ന അയാളോട് മിണ്ടാതിരിക്കാനായിട്ട് ബോബി ആവശ്യപ്പെടുകയാണ്. ഡൗട്ട് തോന്നിയ എലിസബത്ത് ബോബിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ ബിസിനസ്സുകാർ പണിക്കാരെ എടുക്കാറുണ്ടെന്നും അങ്ങനെ എടുക്കുമ്പോൾ ഒരു സേഫ്റ്റിയുടെ ഭാഗമായി പാസ്പോർട്ട് വാങ്ങി വെക്കാറുണ്ട് എന്നൊക്കെ ബോബി പറയുന്നുണ്ട്. ഇത് പുറത്തിറങ്ങിയാൽ വലിയ ശിക്ഷ കിട്ടുമെന്നും അതൊഴിവാക്കാനും ബോബി ടാനിന്റെ താമസ സ്ഥലവും ഐഡന്റിറ്റിയും ആരും അറിയാതെ ഇരിക്കണമെങ്കിൽ കൂപ്പർ ചേസ് താൻ പറയുന്ന ആൾക്ക് അത് മാർക്കറ്റ് വിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബോബിയുമായി എലിസബത്ത് ഒരു ഡീൽ ഉണ്ടാക്കി. ബോഗ്ഡനാണ് ടോണിയെ കൊന്നതെന്ന് സ്റ്റീഫൻ തിരിച്ചറിഞ്ഞു. എന്നാൽ ടോണിയെ കൊല്ലാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും അതൊരു ആക്സിഡന്റ് ആണെന്നും ബോഗ്ഡൻ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സ്റ്റീഫൻ തങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് എന്നത് പോലും മറന്നുപോയിരുന്നു. ഒരു ചായ കൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബോഗ്ഡൻ സ്റ്റീഫന് ചായ എടുക്കാനായിട്ട് പോയി. ഇതേ സമയം ഞങ്ങൾ ബിസിനസ്സുകാർ എന്ന് ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് എലിസബത്ത് ബോബിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ടോണിയും താനും പണിക്കാരെ ഇറക്കാറുണ്ട് എന്നും അവരുടെ പാസ്പോർട്ട് വാങ്ങി വെക്കാറുണ്ട് എന്നും ബോബി പറഞ്ഞു. ബോബി പക്ഷേ പാസ്പോർട്ട് പണിക്കാർക്ക് തിരിച്ചു കൊടുക്കാറുണ്ട് എന്നും ടോണി പണിക്കാർക്ക് പാസ്പോർട്ട് തിരികെ കൊടുക്കാറില്ല എന്നും എലിസബത്ത് മനസ്സിലാക്കി. എലിസബത്തിന് അപ്പോൾ തന്നെ ബോഗ്ഡനെ പിടികിട്ടി. ബോഗ്ഡൻ സ്റ്റീഫനോടൊപ്പം ആയിരിക്കുമെന്നും സ്റ്റീഫന് അയാൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയമായിരുന്നു എലിസബത്തിന് അന്നേരം. എല്ലാവരോടും കൂപ്പർ ചേസിൽ തന്റെ ഫ്ളാറ്റിലേക്ക് വരാനായിട്ട് എലിസബത്ത് ആവശ്യപ്പെട്ടു. സ്റ്റീഫന് ചായ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബോഗ്ഡനെ ഇപ്പോൾ കാണാം. ചായക്കടുത്ത് ഇരിക്കുന്ന സ്ലീപ്പിംഗ് പിൽസും കാണിക്കുന്നുണ്ട്. എല്ലാവരും സ്റ്റീഫന്റെ അടുത്തേക്ക് എത്തി. പോലീസ് ബോഗ്ഡനെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ തനിക്കെതിരെ യാതൊരു തെളിവും ഇല്ലല്ലോ എന്ന് ബോഗ്ഡൻ പറയുകയാണ്. എന്നാൽ സ്റ്റീഫന്റെ കയ്യിൽ റെക്കോർഡർ ഉണ്ടെന്നും ബോഗ്ഡൻ പറഞ്ഞതെല്ലാം അതിൽ റെക്കോർഡ് ആയിട്ടുണ്ട് എന്നും എലിസബത്ത് പറഞ്ഞു. താൻ പാസ്പോർട്ട് അന്വേഷിച്ച് പോയതാണെന്നും അത് തരാൻ ടോണി വിസമ്മതിച്ചപ്പോൾ കയ്യാങ്കളിയിൽ അവസാനിച്ചു എന്നും അതിനിടയ്ക്ക് പറ്റിപ്പോയതാണ് ടോണിയുടെ മരണമെന്നും ബോഗ്ഡൻ സമ്മതിച്ചു.
അങ്ങനെ ടോണി മർഡർ കേസ് തീർന്നു എന്നുള്ള സന്തോഷത്തിൽ ബാക്കിയുള്ളവർ ഇരിക്കുമ്പോഴും എലിസബത്ത് ഏഞ്ചല കേസിന്റെ പിന്നാലെയായിരുന്നു. പീറ്ററിന്റെയും ഏഞ്ചലിന്റെയും ഒക്കെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന എലിസബത്തിന് പെട്ടെന്ന് എന്തൊക്കെയോ മനസ്സിലാക്കി. തേഴ്സ്ഡേ മർഡർ ക്ലബ് ടീം എല്ലാവരും പെന്നിയുടെയും ജോണിന്റെയും ഫ്ലാറ്റിലെത്തി. ഒളിപ്പിച്ചു വെച്ചിരുന്ന ഏഞ്ചല കേസ് ഫയൽ തനിക്ക് കിട്ടിയെന്നും പെന്നി എന്തുകൊണ്ടാണ് ഈ കേസ് സോൾവ് ചെയ്യാൻ തനിക്ക് സജസ്റ്റ് ചെയ്യാതിരുന്നത് എന്നും അറിയാമോ എന്ന് എലിസബത്ത് ജോണിനോട് ചോദിക്കുകയാണ്. ഏഞ്ചല മരണപ്പെട്ടത് മാസ്ക് വെച്ചിരുന്ന ആളിൽ നിന്നല്ല, പകരം കാമുകനായ പീറ്ററിൽ നിന്ന് തന്നെയാണ് എന്ന് പെന്നിക്ക് അറിയാമായിരുന്നു. എന്നാൽ പീറ്ററിന്റെ കഥ വിശ്വസിച്ച പോലീസുകാര് അയാളെ വെറുതെ വിട്ടത് പെന്നിക്ക് സഹിക്കാനായില്ല. പല അബ്യൂസേഴ്സും ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ് പെന്നി. അതുകൊണ്ട് തന്നെ പീറ്ററിനെ പെന്നി കണ്ടുപിടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ബോഡി സെമിത്തേരിയിൽ കുഴിച്ചിടുകയും ചെയ്തു. നീ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു അല്ലേ ജോൺ എന്ന് എലിസബത്ത് ജോണിനോട് ചോദിച്ചു. ആ ബോഡിയാണ് ബഗ്ഡൻ സെമിത്തേരിയിൽ കുഴിച്ചപ്പോൾ കണ്ടെത്തിയത്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇയാൻ കൂപ്പർ ചേസ് പൊളിച്ചാൽ ആ കേസ് പുറത്തു വരുമെന്നും അത് തന്റെ പ്രിയതമയായ പെന്നിക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കിയ ജോൺ തന്നെയാണ് ഇയാനെ കൊന്നത്. അയാളെ കൊല്ലാൻ ഉപയോഗിച്ച ഫെന്റനയിലും സിറിഞ്ച് നീഡിലും ഒക്കെ അവിടെ ഷെൽഫിലുണ്ടായിരുന്നു. ഒടുവിൽ ജോണ് മനസ്സ് തുറക്കുകയാണ്. എനിക്ക് പെന്നിയെ ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ ദിവസവും എപ്പോഴും പെന്നിക്കരികിൽ അവളോട് സംസാരിച്ച് അവളെ ഉമ്മ വെച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ ഇരിക്കാറുണ്ടെങ്കിലും എനിക്ക് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാകുന്നില്ലെന്ന് ജോൺ സങ്കടത്തോടെ പറയുകയാണ്. പക്ഷെ അവളെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഈ അവസാന നിമിഷത്ത് അവളെ രക്ഷിക്കാൻ എനിക്കാകുന്നില്ലല്ലോ. നിങ്ങൾക്കിതെല്ലാം വേണമെങ്കിൽ പോലീസിനോട് പറയാം, പക്ഷെ അതിനു മുന്നേ പെന്നിയോടൊപ്പം എനിക്ക് കുറച്ച് സമയം തരണമെന്ന് എലിസബത്തിനോട് ജോൺ ആവശ്യപ്പെടുകയാണ്. ഈ കേസിൽ നിന്നും പെന്നിയെ രക്ഷിക്കാനുള്ള അവസാന വഴി മരണമായിരുന്നു. അങ്ങനെ പെന്നിയും ജോണും ഒരുമിച്ച് മരണത്തിലേക്ക് യാത്രയാവുകയാണ്. അവസാന നിമിഷം വരെ സ്നേഹിച്ച് ജീവിച്ച ജോണിനും പെന്നിക്കും വേണ്ടി കൂപ്പർ ചേസിലുള്ള എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവസാനം അച്ഛന്റെ മരണത്തിന് ശേഷം അമ്മയെ ഇത്രയധികം സന്തോഷത്തോടെ കാണാൻ സാധിച്ചതിന് കാരണക്കാരായ എലിസബത്തിനോടും റോണിനോടും ഇബ്രാഹിമിനോടും ജോയ്സിന്റെ മകൾ ജോവാന നന്ദി പറയുമ്പോൾ കൂപ്പർ ചേസ് വിൽപ്പനയ്ക്കുണ്ട് എന്നുള്ള കാര്യം എലിസബത്ത് ജോവാനയോട് പറയുകയാണ്. ജോവാനയ്ക്ക് അത് വാങ്ങിക്കൂടെ എന്ന് എലിസബത്ത് ചോദിക്കുന്നുണ്ട്. ജോവാനയ്ക്കാവട്ടെ അത് നല്ലൊരു പ്രപ്പോസലായി തോന്നുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും കൂപ്പർ ചേസിലുള്ള എല്ലാവരും സന്തോഷത്തിലായി. എലിസബത്തും സ്റ്റീഫനും ജെയ്സണും അച്ഛനായ റോണും ജോയ്സും ഇബ്രാഹിമും അങ്ങനെ എല്ലാവരും. അങ്ങനെ ഏഞ്ചല മരണത്തിൽ തുടങ്ങി ടോണിയുടെ മരണം, ഇയാന്റെ മരണം, അവസാനം ഏഞ്ചല മരണത്തിന് ഉത്തരവാദിയായ പീറ്ററിന്റെ മരണം വെളിപ്പെടുത്തിക്കൊണ്ട് തേഴ്സ്ഡേ മർഡർ ക്ലബ്ബ് എന്ന ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മൂവി സ്റ്റോറിയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.